നമ്മൾ രാവിലെ തന്നെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴേ ഇത് ഇവനിങ്ങനെ ഇവിടെ വന്നിരുന്നിട്ട് കുറച്ച് നേരമായിട്ട് ഇവൻ ഇവിടെ തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കരുതി എന്തിനായിരിക്കും ഇവൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അമ്മയും പറഞ്ഞത് ഇപ്പം ഇവിടെ കുറച്ച് നേരമായിട്ട് ഈ പൂച്ച, താഴത്തെ വീട്ടിലെ പൂച്ചയാണ്, ഇവൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടെ, ഇങ്ങനെ മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായിട്ട് ഇവൻ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം ഞാൻ കരുതി വല്ല ഏഴജന്തുക്കൾ, കാരണം ഇവിടെ നമുക്ക് ഏഴജന്തുക്കളുടെ ശല്യം ഇച്ചിരി കൂടുതലാണ്. കാരണം അപ്പുറത്തൊക്കെ ആൾ താമസമില്ലാത്ത പറമ്പൊക്കെ കിടക്കുന്ന കാരണം ഒരുപാട് ശല്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വല്ല ഏഴജന്തുക്കളും വന്നതാണ് ഇവനിങ്ങനെ നോക്കിയിരിക്കുന്നതിന്. കുറേ നേരമായിട്ട് ഞാൻ ഇവനെ നോക്കിയിരിക്കുക എന്താ ഇവൻ ചെയ്യുന്നതെന്ന്. അപ്പോഴേ വിചാരിച്ചാൽ എന്നാൽ ക്യാമറയും കൂടി എടുത്ത് കളയാം, ഇന്നത്തെ ഒരു സബ്ജക്റ്റ് കിട്ടുമല്ലോ. നമ്മളൊക്കെ അങ്ങനെയല്ലേ സാധാരണ സബ്ജക്റ്റ് ഉണ്ടാക്കുന്നത്, കണ്ടൻ്റ് ഒന്നും ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക്. അവനെ തന്നെ ക്യാമറയും ഫോക്കസ് ചെയ്തുകൊണ്ട് പിടിച്ചിരുന്നു. ഞാൻ എന്തായിരിക്കും ഇവൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണ് ക്യാമറയിലേക്കല്ല കേട്ടോ, ഞാൻ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുക, ഞാൻ അവനെ നോക്കുന്നില്ലായിരുന്നു. അപ്പോഴാ അമ്മ പറഞ്ഞു, എടി അവൻ മുകളിലേക്കാണ് നോക്കുന്നത്, നമ്മുടെ മുറ്റത്തൊരു കറിവേപ്പില മരം നിൽപ്പുണ്ട്, അവൻ അങ്ങോട്ടേക്കാണ് നോക്കുന്നത്, നീ മരത്തിലേക്ക് നോക്ക്, ചിലപ്പോൾ വല്ലതും കയറി മരത്തിലെങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലോ ഓട്ടിലേക്ക് ചാടാൻ എളുപ്പമായിരിക്കുമല്ലോ. അത് ശരി എന്നാൽ നോക്കാമെന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ, ക്യാമറയായിട്ട് പതുക്കെ ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി മുകളിലേക്ക് നോക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ മുകളിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി ഇവൻ ഓടിക്കളഞ്ഞാലോ എന്നുകൊണ്ട് ഒരു ചങ്ക ഉണ്ടായിരുന്നേ. അങ്ങനെ പതുക്കെ ഇപ്പുറത്തേക്ക് മാറി ക്യാമറ ഞാൻ മുകളിലേക്ക് ഫോക്കസ് ചെയ്ത് പിടിക്കും, എന്താണെന്ന് കാണാമല്ലോ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അതാ കറിവേപ്പില വരയിൽ ഒരാളിരിപ്പുണ്ട്, ഒരു ഉപ്പൻ ചെമ്പോത്ത് എന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ ഞാൻ ക്യാമറ പിടിച്ചത് അയാൾക്ക് ഇഷ്ടമായില്ല, അദ്ദേഹം പറന്നുപോയി. തിരിച്ച് ഞാൻ താഴേക്ക് വന്ന് അവനെ നോക്കിയപ്പോൾ അവനെന്നെ നോക്കണുണ്ടോ, താഴേക്ക് ഇറങ്ങി വരാൻ എന്നിട്ട് അവനെന്നെ ഒരു നോട്ടം, നശിപ്പിച്ച് വൃത്തികെട്ടവൾ, ഞാനൊന്ന് ലൈൻ അടിച്ച് വരുമായിരുന്നു. ആ അർത്ഥത്തിൽ അവൻ എന്നെ നോക്കണം കണ്ട. ദേഷ്യം വന്ന് അവൻ എഴുന്നേറ്റ് പോകാമെന്ന് കൊടുക്കുക കണ്ട, അവൻ എഴുന്നേറ്റ് പോയി, അവൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇതാ പോണണ്ട, അവൻ പ്രാവുന്നുണ്ടാവും, അവൻ ആ ഒരു ലൈൻ ഒപ്പിച്ച് വന്നതാണ്, ഞാൻ കളഞ്ഞു പോയി എന്നും പറഞ്ഞു.